ഇന്ന് നമുക്ക് നല്ലൊരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി നോക്കാം. വരുന്ന ക്രിസ്മസിന് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയ ഒരു കിടിലൻ ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ആക്കുന്നത്. ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് ഹീറ്റ് ചെയ്യാം. നന്നായി ഹീറ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് 2 കഷ്ണം പട്ട, 1 ബേ ലീഫ്, 3-4 കരയാമ്പൂ എന്നിവ ചേർത്ത് ഒന്ന് ചൂടാക്കിയെടുക്കാം. നന്നായി ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 4 സവാള ഫൈനായിട്ട് സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇതിനി നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. സവാള ഇതുപോലെ നന്നായി ട്രാൻസ്പെറൻ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നിറയെ ചതച്ച ഇഞ്ചി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നിറയെ ചതച്ചെടുത്ത വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. 1 പച്ചമുളക് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം. 3-4 മിനിറ്റ് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഇഞ്ചി വെളുത്തുള്ളി സവാളയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റ് റെഡിയായി കിട്ടുന്നത്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി പൗഡർ എന്നിവ ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം ലോയിലാക്കി വെക്കണം. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് 5 മിനിറ്റ് ഇതുപോലെ നന്നായി സോട്ട് ചെയ്തെടുക്കണം. പൊടികളുടെ പച്ചമണം മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 2 തക്കാളി ചെറുതായി കട്ട് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കണം. തക്കാളി നന്നായി കുക്കായി കിട്ടുന്ന സമയത്ത് ഇതിലേക്ക് 1 കിലോ ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കിയത് ഒട്ടും വെള്ളമില്ലാതെ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് കൊടുത്ത ശേഷം ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി ഫ്ലെയിം മീഡിയത്തിൽ വെച്ച് ഇത് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കണം. ചിക്കനിലെ വെള്ളമൊക്കെ ഇറങ്ങി നന്നായി കുക്കായി കിട്ടുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ചിക്കൻ നന്നായി കുക്കായി കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് 1 ടേബിൾ സ്പൂൺ നിറയെ പെരിഞ്ജീരകം ഒന്ന് ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഇത് റോസ്റ്റ് ചെയ്തെടുക്കാം. നന്നായി എണ്ണ തെളിഞ്ഞ് കിട്ടുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുക്കണം. നല്ല റെഡ് കളറിലേക്ക് ചിക്കൻ ഇതുപോലെ ചേഞ്ചായി വരും. നന്നായി എണ്ണ തെളിഞ്ഞ് നല്ല റോസ്റ്റായി വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി വിതറി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കൈപ്പിടി നിറയെ മല്ലിയില വിതറി കൊടുക്കാം. 2 തണ്ട് കറി ലീവ്സ് കൂടി വിതറി കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. ഈ വരുന്ന ക്രിസ്മസിന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കിടിലൻ ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.